ഹലോ എവ്രിവൺ. നമ്മളിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. തേർഡ് സെമിസ്റ്റർ BA/BSc ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2019 കോമൺ കോഴ്സിൻ്റെ ആണ്. ENG 3805 സിഗ്നേച്ചേഴ്സ് എക്സ്പ്രസിങ് ദ സെൽഫ്. ഇത് 2017 അഡ്മിഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2019 അഡ്മിഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ അവസാനമായിട്ട് 2017 അഡ്മിഷൻ്റെ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം. പിന്നെ അത് കഴിഞ്ഞ് കൊറോണയായിരുന്നു. സോ പിന്നെ സിഗ്നേച്ചേഴ്സിൻ്റെ എക്സാംസ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഈ നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്നത് 2021 സെപ്റ്റംബറിലാണ്. സോ ഇവർക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മാർക്കിന് 1 വേർഡ് ഇവർക്ക് ചോദിക്കുന്നുണ്ട് 2017 അഡ്മിഷന്. 2019 അഡ്മിഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ 2 മാർക്ക്, ദെൻ പാരഗ്രാഫ്, essay ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്കിത് നോക്കാം. ഇത് 3 മണിക്കൂറിൻ്റെ പേപ്പറാണ്, 18 മാർക്സ്. The first section, choose the correct answer from the options. First question, Pinder's career as a playwright began with the production of the play dash. The Room ആണ് ആ പ്ലേ 1957 ആദ്യമായിട്ട് ഫസ്റ്റ് പ്ലേ പബ്ലിഷ് ചെയ്യുന്നത്. Then second question, the poem Breaking the Silence is about dash generations of women. 3 generations of women ആണ് പറയുന്നത്. Then third question, thinkest thou I made him in jest is a line from Quran. Pilgrims at Tinder Creek എന്നുള്ള ചാപ്റ്ററിലെയാണ് ഈ ഒരു ലൈൻ. ദെൻ വാട്ട് ഈസ് ആക്ട്രൂയിസ്, അതായത് ഹോളോകാസ്റ്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഒക്കനാഗൻസ് ടീച്ച് ദ ബോഡി ഈസ് ഡാഷ്. ബോഡി ഈസ് എർത്തിനെ അവർ ബോഡി ആയിട്ടാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനാണ് ആൻസർ ഓൾ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ വേർഡ് ഓർ ഫ്രേസ്. Which is the lecture series that made Wong popular? അതിൻ്റെ ആൻസർ വിമൻ ആൻഡ് റെവല്യൂഷൻ, അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പവർ ദാറ്റ് വിൽ യുണൈറ്റ് ദ വേൾഡ്. ദാറ്റ് ഈസ് ഡെമോക്രസി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, whose voice is recorded in the excerpts from Voices in Chamberlain? So the answer is Ludmila Ignatenko. ലുഡ്മില ഇഗ്നറ്റൻകോയുടെ വോയിസാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോസൾഫാൻ ഹാസ് ബീൻ ഗ്ലോബലി ബാൻഡ് ഇൻ ഹൗ മെനി കൺട്രീസ്? എത്ര കൺട്രീസിലാണ് എൻഡോസൾഫാൻ ഗ്ലോബലി ബാൻ ചെയ്തിരിക്കുന്നത്? 80 countries, 80. Then to which concentration camp was Annie finally sent? Internment camp. ഇനി നെക്സ്റ്റ് വരുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഈ ഒരു 1 വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം 2017 അഡ്മിഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നാണ്. സോ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ 1 or 2 sentences. What, according to the poet, was the concept of beauty that merged through her habit of reading? The answer, Nellie Wong wished to have fair skin, lighter hair, and round eyes like the white women. This is the concept of beauty emerged through her habit of reading. Ini next question, how does Gandhi wants Hitler? Gandhi wants Hitler in the name of humanity to stop the war. He suggests Hitler to refer all the matters of dispute between him and Great Britain to an international tribunal of their joint choice. ഇവിടെ പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പേരിൽ യുദ്ധം നിർത്തിവെക്കാൻ എന്ത് ചെയ്യുന്നു, ഗാന്ധി ഹിറ്റ്ലർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിലുള്ള എല്ലാ തർക്ക വിഷയങ്ങളും ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം ഹിറ്റ്ലറോട് നിർദ്ദേശിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the poet end the poem The Breaking Silence? Janice Marie Kitani concludes the poem by saying that
They must have to recognize themselves. Her people have suffered long enough and they are unafraid. She says that their language is also beautiful and powerful. സോ ജപ്പാനീസ് വംശജർ സ്വയം അംഗീകരിക്കണം എന്ന് പറഞ്ഞാണ് ജാനിസ് മിറിക്കിതാനി ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കവയിത്രിയുടെ ആളുകൾ ധാരാളം സഹിച്ചതുകൊണ്ട് അവർക്ക് എന്തില്ല, ഭയമില്ല. അപ്പോൾ അവരുടെ ഭാഷയും മനോഹരവും ശക്തവുമാണെന്ന് കവയിത്രി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, വാട്ട് ഹാസ് നോളജ് ആൻഡ് ക്ലെവർനെസ് ഡൺ ടു us according to Chaplin? Chaplin says that cleverness, kindness and gentleness are the qualities without which life will be violent. And the character says that the kindness and gentleness are the values preferable to cleverness. അതുപോലെ തന്നെ ഈ ഗ്രീഡ്, അതുപോലെ തന്നെ ക്ലെവർനെസ്, ഇതൊക്കെ മനുഷ്യന്മാരെ വയലൻ്റ് ആക്കിയിരിക്കുക എന്നാണ് ചാപ്ലിൻ പറയുന്നത്. നെക്സ്റ്റ്, ഐ ലീവ് ദം ഇൻ ദ പോം ലൈക്ക് സ്റ്റലാസിറ്റൈസ്. Explain. Stalactites are long pointed pieces of rock hanging down from the root of a curve. They are different from one to another in their shapes. Neruda hints that he causes words differently in his poems like stalactites. സോ ഒരു ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന നീളത്തിലുള്ള മുനയോടുകൂടിയ പാറക്കഷ്ണങ്ങളാണ് സ്റ്റാലക്ടൈറ്റ്സുകൾ. അവ അവയുടെ ആകൃതിയുടെ കാര്യത്തിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. സോ താൻ വാക്കുകളെ തൻ്റെ കവിതകളിൽ എന്ത് ചെയ്യുന്നു, ആകൃതി വരുത്തുന്നത് പോലെ വ്യത്യസ്ത രീതികളിൽ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നെരൂദ പറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് Ludmilla name her baby and why? Ludmilla named her baby Nadaksha because her husband Vasily Gnitenko had suggested her before his death to give the baby the name of Nadasha if she gave birth to a baby girl. So ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ നടാഷേങ്ക എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why do the women of Nenchambarambu fear conception to abortion? So the women fear that they will have babies with swollen heads. അവർക്ക് നീതി വന്ന വീർത്ത് ശിരസ്സോടുകൂടിയ കുഞ്ഞുങ്ങൾ തങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളൊരു പേടിയാണ് കൺസെപ്ഷനെ പേടിക്കാനുള്ള കാരണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് appreciated by Dillard? The question appreciated by Dillard regarding the creator of the universe is asked by Allah in the Quran, and it is this: the heaven and earth and all in between, thinkest thou I made them in just? ഇപ്പോൾ ഖുറാനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പ്രപഞ്ചശില്പിയെ സംബന്ധിച്ചിട്ട് ഡില്ലാഡ് വിലമതിക്കുന്ന ചോദ്യം ഇതാണ്: സ്വർഗവും ഭൂമിയും അതിനിടയിലുള്ളവെല്ലാം താൻ സൃഷ്ടിച്ചത് തമാശയാക്കണമെന്ന് നീ വിചാരിക്കുന്നുവോ? ഈ ഒരു ക്വസ്റ്റ്യനാണ് ഡില്ലാഡ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. 19th question, in the poem Breaking the Silence, why does the poet mother say words are better than tears? So here silence was better. She said silence was better because silence was the only way through which they could express their ideas and thoughts. Silence represents their sorrows and frustration. Then next question, what are the four main capacities that work together when Okanagan speaks themselves as individuals? Four main capacities are the physical self, the emotional self, the thinking intellectual self, and the spiritual self. So that operate together when the Okanagan speaks of themselves. Next question, what is Anne Frank's only hope? Anne Frank's only hope is that the hatred towards Jews will be disappeared and the Dutch will recover their sense of right. ഇപ്പോൾ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ജൂസിൻ്റെ നേരെയുള്ള വിരോധം അപ്രത്യക്ഷമാവുകയും ആൻ ഫ്രാങ്കിൻ്റെ ഏക പ്രത്യാശ അതായിരുന്നു. അതുപോലെ തന്നെ ഡച്ചുകാർ അവരുടെ ധാർമ്മിക ബോധം വീണ്ടെടുക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു അവളുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്.
Next question. What was Molly's mother's attitude to marriage? Mother's attitude is that marriage is nothing like being in prison. അതായത് ഒരു തടവറയിലായിരിക്കുന്ന പോലെയാണ് മാരേജ് എന്നാണ് അമ്മയുടെ അഭിപ്രായം. സോ ഇതിൽ ആൻസർ എനി 10 ഫ്രം ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 10 ആൻസർ എഴുതിയാൽ മതി. ബട്ട് 2019 മുതൽ എല്ലാത്തിൻ്റെയും ആൻസർ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഇനി തേർഡ് സെക്ഷൻ, ആൻസർ എനി 4 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. 7 questions ഉണ്ട്. യു ക്യാൻ റൈറ്റ് ഓൺലി 4 questions. So what is unique about Okanagan educational practice? What is unique about the Okanagan educational practice? The traditional Okanagan educational practice take into account the 4 main capacities or selves that operate together in an individual: the physical self, emotional self, the thinking and intellectual self, and the spiritual self. It believes that all aspects of the selves must be disciplined to work in concert so that one can act beyond one's automatic response capacity. It also teaches how to join thinking capacity with a heart self, that means emotions, so that emotions will not be destructive force. It also teaches that the Okanagan is born into a family and community, and that the actions of an individual affects the family and community. Bonding with each other is a part of individual wellness. The most serious teaching of Okanagans is that without community and family, one can be truly human. സോ ആ സെൽഫിനെ കുറിച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലനേഷൻ വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഗവൺമെൻറ് കംപ്ലിസിറ്റ് ദ അബ്യൂസ് ഓഫ് എൻഡോസൾഫാൻ? സോ എങ്ങനെയാണ് എൻഡോസൾഫാൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കിയതെന്നാണ് പറയുന്നത്. കംപ്ലിസിറ്റ് ദ അബ്യൂസ് ഓഫ് എൻഡോസൾഫാൻ. The government is responsible in the abuse of endosulfan in many ways. From the beginning onwards, the government doesn't show any interest towards the victims of endosulfan. In fact, they are marginalized people who are at the lower strata of the society. Endosulfan spraying was stopped in 2000. Even after 10 years, malformed children are born in the villages lying below Nenchamparambu in Karadukka Panchayat. The health department should have taken the medical history of these children as a case study. Such a study would have imparted scientific knowledge about the causes of death happening in that area. There is separate ward in Kasaragod General Hospital. Even there, the abnormality of the frequent deaths has been studied. When the children of an entire area are born without organs and limbs, the health ministry should take initiative to find out the causes of such births. The indifference is a criminal negligence. Moreover, the authorities of Kasaragod General Hospital forbade people from taking photographs of the dead children. അവിടെ മാൽഫോം ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നതും ഫോട്ടോഗ്രാഫ് എടുക്കാൻ സമ്മതിക്കാത്തത്, അതുപോലെ തന്നെ ബാൻ ചെയ്തിട്ടും മാൽഫോംഡ് പിള്ളേർ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് അവർക്ക് യാതൊരുവിധ സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോൾ ഓഫ് ക്രിയേറ്റർ ഇൻ ആനി ഡില്ലാർഡ്സ് work, അല്ലെങ്കിൽ the role of creator as elucidated by Dillard. Annie Dillard is a multifaceted personality, and she is a naturalist and theologian among many other things. She observes nature closely and tries to interrupt them. Once she happens to witness how a water bug captures and eats a small green frog. She knows that both the frog and the water bug are the creators of God. They have equal rights to live in this world. But we see that the giant water bug kills the frog in a very cruel manner. There is no one to save the poor frog from giant water bug. Here we feel that justice is denied to the poor frog. In this context, Dillard remarks that
is a risk and uncertainty in the universe. She doesn't give any explanation to these aspects of nature. Instead, she turns to God. She quotes that Allah asks in the Quran, "The heaven and the earth and all in between, thinkest thou I made them with just?" She regards it as a good question. She doesn't give any answer to this question. Then she points out the concept of Blaise Pascal about God. Pascal believes that God has turned him back to the universe after its creation. Sometimes he leaves it to its fate. Pascal uses a Latin phrase to describe his idea, Deus absconditus, which means the hidden God. Dillard mentions Einstein's thought also in this context. Einstein said God is subtle but not malicious. She also says nature conceals her mystery by means of her essential grandeur, not by her cunning. At last, Dillard says that God has set bars and doors. To understand the meaning and scope of his creation, God said, "Hitherto shalt thou come, but no further." She concludes her idea saying that we human beings have not tried our best to realize what God has revealed through his creatures about the creation. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ വ്യക്തികളെയും കോട്ട് ചെയ്തിട്ടാണ് ആനി ഡില്ലാർഡ് ഈ ഒരു റോൾ ഓഫ് ക്രിയേറ്റർ എന്നുള്ളതിനെ പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ, പാസ്കൽ, ഖുറാനിലത്തെ അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളും കോട്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the non-violent strategy view defeat? So this is from Hitler and Gandhiji അവരുടെ ഭാഗത്തു നിന്നാണ്. അക്രമരഹിത സമരതന്ത്രം തോൽവിയെ എപ്രകാരം വീക്ഷിക്കുന്നു? Gandhi's non-violent method of resistance against the British imperial power earned him international reputation. He has explained the varied aspects of the strategy on different occasions. He has given a striking interpretation to his principle in his letter to Adolf Hitler. He says that the Indians have found in nonviolence a force which can match against a combination of all the most violent forces in the world. In nonviolent technique, he argues that there is no such thing as defeat. It's all do or die, without killing or hurting. It can be used practically without money and obviously without the aid of science and destruction. There is no question of monopoly in the method of agitation, and this method of resistance can be used not only against the British but also any other power in the world. People can be more proud of this legacy than anything else in the world. സോ ഇവിടെ ഗാന്ധിജിയുടെ നോൺ വയലൻസ് സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഡു ഓർ ഡൈ എന്നുള്ളൊരു മെത്തേഡ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയുടെ പേരിൽ ഗാന്ധിജി ഹിറ്റ്ലറിനോട് യുദ്ധം അവസാനിപ്പിക്കാനും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡസ് ലുഡ്മില ഡിസ്ക്രൈബ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഹെർ ലൈഫ് ആൻഡ് ദ സർവൈവേഴ്സ്? സോ ഇതൊരു കൺക്ലൂഷനാണത് നമ്മുടെ ചാപ്റ്ററിൻ്റെ. സോ ദിസ് എക്സ്ട്രാക്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എ ടച്ചിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് അബൌട്ട് ദ സർവൈവർ ആണ്. ഇറ്റ് ഈസ് എ വാർണിംഗ് അബൌട്ട് ദ ഫേറ്റൽ എഫക്റ്റ് ഓഫ് ന്യൂക്ലിയർ പവർ to the coming generation. Ludmila lost her beloved husband Vasily and dream baby Nadasha in the Chamberlain accident. They gave her apartment in Kiev. It was a large building where they put everyone from an atomic station. They called the place Chamberlainskaya. Those people worked in the station there who all lives. A lot of them still go there to work on a provincial basis. They have bad diseases. They are invalids, but they don't leave their jobs. They are sacred even to think of the reactor closing down. Many of them fall down in their working and die.
No one wants to hear about death. They know well that they are leaving martyrs to the Chamberlain nuclear tragedy. അപ്പോൾ എല്ലാവർക്കും പേടിയും അതുപോലെ തന്നെ അവിടെയുള്ള സിറ്റുവേഷൻ, അതായത് ഈ നാരേറ്ററിൻ്റെ തന്നെ കുട്ടി മരിച്ചു, ഹസ്ബൻഡും മരിച്ചു. അപ്പോൾ ഒരു ടെറിഫിക് ഇഫക്റ്റാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തീമാണ്. ദ തീം ഓഫ് ദ പോം ബ്രേക്കിംഗ് സൈലൻസ്. Breaking Silence focus on the experience of the Japanese Americans who had to spend their lives inside the internment camps during the Second World War. The wartime relocation and internment took a toll on the way to the public viewed and treated Japanese American people. The poem is not exclusively about the camp but about the long silence that followed. It is dedicated to Janice Mirikitani's mother, who was a young woman who was sent to Rover, one of two large holding camps in Arkansas. She expresses her mother's experience feeling dehumanized and isolated from the world. Like so many who underwent the shame and dislocation of those years, she had never expressed her deepest feeling about them. Mirikitani criticized her mother for not having a voice and being silent, but silence was the only way through which she could express her emotions and feelings. Her expression of silence led to a brutal experience of how Japanese Americans were treated in those internment camps. Mirikitani concentrates on mother's pain, and she grew up with that pain and what it all represents. The poet and her mother condemn the practice of racial discrimination against all those who are in non-whites. അപ്പോൾ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ സൈലൻസ്, അതുപോലെ തന്നെ ജപ്പാനീസ് അമേരിക്കൻ്റെ കഷ്ടപ്പാടുകൾ, അവരുടെ ക്യാമ്പിലത്തെ പ്രശ്നങ്ങൾ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് നെല്ലി വോങ്സ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, എ പോയം ഓഫ് റെസിസ്റ്റൻസ്. Then second one is endosulfan related. The third one is the word. Then the last one is about Charlie Chaplin's The Great Dictator. So first one, Nellie Wong's When I Was Growing Up as a poem of resistance എന്നാണ് ചോദിക്കുന്നത്. So first we need to write about Nellie Wong and the theme of the poem. Then we need to write the summary of the poem. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇത് പോയം ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഭാഗം വരുന്നതെന്ന് നോക്കണം. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഓഫ് വിമൻ ഓഫ് കളർ ഹാവ് എ ചിൽഡ്രൻ ആൻഡ് യങ് അഡൾട്ട്സ് ആൻഡ് എ കോൺട്രിബ്യൂഷൻ ദോസ് എക്സ്പീരിയൻസ് ഹാവിങ് എ ക്രിയേറ്റിംഗ് റാഡിക്കൽസ്, അതാണ് പറയുന്നത്. ദിസ് പോയം ഡിസ്ക്രൈബ്സ് ഹെർ ഡെസ്പിറേഷൻ ടു ബി വൈറ്റ് സ്കിൻഡ് and she discussed the envy she had for her father's skinned sisters and her attempts at assimilating into Western culture. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് എൻഡോസൾഫാനെയാണ്. ഹൗ ഡസ് എൻഡോസൾഫാൻ ബിക്കെയിം വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇൻ ദി ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് എൻഡോസൾഫാൻ്റെ ഒരു കാര്യങ്ങളാണ്. അതായത് എന്നാണ് എൻഡോസൾഫാൻ ബാൻ ചെയ്തത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് പറയണം. പിന്നെ അതുപോലെ തന്നെ ഇത് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എം.എ. റഹ്മാൻ ടുവേർഡ്സ് ദ വിക്ടിംസ് ഓഫ് എൻഡോസൾഫാൻ അത് പറയണം. പിന്നെ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദി ലെക്ചർ. പിന്നെ ഇതിൽ വരുന്നത് മദറിൻ്റെ ലാമെൻറ്റേഷൻ, അതുപോലെ തന്നെ ആളുകൾ മരിക്കുന്നു, പിന്നെ അവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല, പിക്ചേഴ്സൊന്നും പുറത്ത് വിടാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത്. അപ്പോൾ ബാൻ ചെയ്തിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് പോയിട്ടില്ല. അതുപോലെ 2 ടൈപ്പ് ഓഫ് എൻഡോസൾഫാൻ ഇതെല്ലാം എഴുതണം. ഇനി നെക്സ്റ്റ് വരുന്നത് The world is Neruda's tribute to an uncontrollable passion of poetry. അപ്പോൾ ഇതിൽ പാബ്ലോ നെരൂദേനെ ആദ്യം എഴുതുക. ദെൻ വാട്ട് ഈസ് വേർഡ്, വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ആണ് ആന്തോളജിയിലെ മമ്മേഴ്സിലെ. പിന്നെ അതിൽ പറയുന്നത് ഹിസ്റ്ററി ഓഫ് ലാറ്റിൻ അമേരിക്കയാണ്. പിന്നെ ഇതിൽ വേർഡ്സിനെ എങ്ങനെയാണ് നെരൂദ കാണുന്നത് എന്ന് പറയണം. അതായത്
savors them and fondles them in an attempt to use them most effectively. അതുപോലെ തന്നെ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഇഫക്റ്റിലാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ പാസേജ്? ആദ്യം പറയുന്നത് റീഡർ ഉണ്ട്, ഒരു ലിസ്ണറും ഉണ്ട്, ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. അപ്പോൾ റീഡർക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ പറയാം, ബട്ട് റൈറ്ററിന് വേർഡിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ദെൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ ടുവേർഡ്സ് വേർഡ്സ്, അതായത് ഹി ബോസ് ടു ദം, ഹി ലവ്സ് ദം, പിന്നെ ചിലപ്പോൾ കാത്തിരിക്കുന്നു, ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി വരുന്നു, ചിലപ്പോൾ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ദ റൈറ്റർ ആൻഡ് വൗവൽസ്, ദ റൈറ്റർ ലവ്സ് വൗവൽസ്, അത് എഴുതണം. ദെൻ ഡിഫറെൻറ്റ് ഫേവറേറ്റ് ഫോംസ് ഓഫ് വേർഡ്സ്, അതായത് ഓതർ സ്റ്റിർസ് ഇറ്റ് ആൻഡ് ഡിഷിനെ പോലെ കാണുന്നു, ഡ്രിങ്ക് ചെയ്യുന്നു, ഗൾപ്പ് ചെയ്യുന്നു, അതുപോലെ പൾപ്പാക്കി മാറ്റുന്നു, പിന്നെ വേർഡിനെ ഗാർണിഷ് ചെയ്യുന്നു. ദെൻ വേർഡ് ആൻഡ് ഐഡിയ, അതായത് ഒരു സുപ്രീമസി ഓഫ് എ വേർഡ് ഇൻ എ ലാംഗ്വേജ്, പിന്നെ സ്പാനിഷിനെ പറയുന്നത്. പിന്നെ ഓവർ ആസ്പെക്ട്സ് ഓഫ് വേർഡ്സ്, വേർഡ്സ് ഹാവ് ഷാഡോ, ട്രാൻസ്പെറൻസി ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഹെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. പിന്നെ ദ ഗ്രേറ്റ്നെസ് ഓഫ് സ്പാനിഷ് ലാംഗ്വേജും കൂടി എഴുതാൻ ഈ എസ്സേ കംപ്ലീറ്റ് ആവുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിലെയാണ്, ചാർലി ചാപ്ലിൻ്റെ. അപ്പോൾ അതിൽ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ചാർലി ചാപ്ലിൻസ് വ്യൂ ഓഫ് ന്യൂ വേൾഡ് ഇൻ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോൾ ഇതിൽ എഴുതേണ്ടത് ആദ്യം ചാർലി ചാപ്ലിനെ കുറിച്ച് എഴുതണം. ദെൻ വാട്ട് ഈസ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, 1940 ഫിലിമാണ്, ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ സറ്റേറിക് ഫിലിമാണെന്ന് പറയാം. ജൂയിഷ് പീപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ഹിറ്റ്ലറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പിന്നെ മീനിങ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് അത് എഴുതണം, അതായത് ഒരു റൂളർ ഭരിക്കുന്നു, നമ്മളെല്ലാവരും അയാളുടെ കൺട്രോളിലാണ്. ദെൻ കൊട്ടേഷൻ ഫ്രം ദ ബൈബിൾ, അതായത് ലൂക്ക 17th ചാപ്റ്ററിൽ സെൻറ്റ് ലൂക്കിൽ പറയുന്നുണ്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ മാൻ. ദെൻ ചാപ്ലിൻസ് ഫെയ്ത്ത് ഇൻ ഡെമോക്രസി, ഡെമോക്രസി എന്ന് പറഞ്ഞത് അൾട്ടിമേറ്റ് പവറാണ്, എല്ലാവരും യുണൈറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നു. ദെൻ ലാസ്റ്റ് ചാർലിൻസ് കോൾ ഫോർ ആക്ഷൻ, അതായത് ഡിക്റ്റേറ്റേഴ്സ് അവർ ഫ്രീ ആണ്, നമ്മളെ അവർ എൻസ്ലേവ് ആക്കുന്നു. അപ്പോൾ ഇവിടെ പറയാണ് വി ഹാവ് ടു വർക്ക് ഫോർ എ ഫ്രീ വേൾഡ്, അതിന് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ഒത്തുചേർന്ന്, ബൗണ്ടറീസ് ഇല്ലാണ്ട് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്നും പറയുന്നു. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.